പെമ്പിള്ളേര് കുളിക്കുന്നത് എത്തി നോക്കി. എടോ മര്യാദ കാണിച്ചിട്ടുണ്ടല്ലോ. എന്റെ പൊന്നു മേറ്റെടുത്ത് ഞാൻ പെമ്പിള്ളേര് കുളിക്കുന്നത് എത്തി നോക്കിയിട്ടേ ഇല്ല. ഇവിടുത്തെ കുളിമുറിയും ബാത്റൂമും എങ്ങനെയുണ്ടെന്ന് നോക്കി. കൊള്ളട്ടോ. പക്ഷെ ഫാന് വേണം, റേറ്റ് വേണം. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഞാൻ പോവാണ്. വല്ലാത്ത ക്ഷീണം തോന്നിയേട്ടാ. നമുക്ക് അവിടെ ഇരിക്കണം. ആ, അവിടെ ഇരുന്നോളൂ. എന്റെ അനുജത്തിയെ കൊന്ന് നിന്റെ ചേട്ടനെ അവസാനിപ്പിച്ച ഞാനാടി. നിന്റെ പുറകെ ഞാൻ ചുറ്റി നടന്നതിനു വേണ്ടിയാണ്. നിന്നെ നിന്റെ കുടുംബത്തിനെ ഞാൻ എന്തോ എനിക്ക് നല്ല സുഖമില്ല. വാ, നമുക്ക് പോവാം. മേജർ ദേഹം പറയുന്നതിനപ്പുറം ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായമില്ല. പിന്നെ പെണ്ണാവുന്നൊരു ചടങ്ങുണ്ടല്ലോ, അതുകൂടെ നടന്നോട്ടെ. ശരിയാണ്. ഏത് കാര്യവും നടക്കേണ്ട രീതിയിൽ തന്നെ നടക്കണമെന്ന് നിർബന്ധമുള്ളവരാണ് ഞാൻ. കുട്ടപ്പ, വിലാസിനോട് വരാൻ പറയൂ. വാ. കഴിക്കണം. അച്ഛാ, ഇവരൊക്കെ എന്തിനാണ് വന്നിരിക്കുന്നത്? എന്തിനാണോ? നീ എന്താണ് മോളെ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? കുഞ്ഞേ, ഇവൻ എന്റെ മകനാ. നീയും ഇവനുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കാനാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ക്ഷമിക്കണം, എന്റെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാണ്. അതെ അച്ഛാ, ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്താ? ഞാൻ അറിയാതെ നിന്റെ വിവാഹം നിശ്ചയിച്ചെന്നോ? എന്റെ വിവാഹം തീരുമാനിക്കേണ്ടത് ഞാനാണ്. മേജർ സാറേ, ഞങ്ങളോടത് വേണ്ടായിരുന്നു. ഇത്ര അന്തസ്സില്ലാത്ത കുടുംബമാണെന്ന് ഞങ്ങൾ കരുതിയില്ല. വാമന്, നീ എന്നെ ധിക്കരിക്കാനായോ? ഈ വീട്ടിന് പുറത്തിറങ്ങിയാൽ നിന്നെ കൊന്നുകളി. പുറത്തിറങ്ങിയാൽ മിസ്റ്റർ വിനോദ്, രാജനെ കൊന്നത് നിങ്ങളാണ്. ഇൻസ്പെക്ടർ, പക്ഷേ നിങ്ങൾ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകൾ തൽക്കാലം എന്റെ കയ്യിലില്ല. ഓഹോ, നിങ്ങൾ ഇതിനാണോ പരുന്തിനെ പോലെ എന്റെ പിന്നാലെ ചുറ്റിക്കൊണ്ടിരുന്നത്? അല്ല, പിന്നെ മറ്റൊരു പെൺകുട്ടി കൂടി മരിക്കാതിരിക്കാൻ.
ഇതിന് മുൻപൊരു പെൺകുട്ടി മരിച്ചല്ലോ, അതിന് നിങ്ങളുടെ നിയമം എന്ത് ചെയ്തു? നിയമം സംസാരിക്കേണ്ടത് നിങ്ങളല്ല. അപ്പോൾ രാജന്റെ ജീവനേക്കാൾ വില കുറഞ്ഞതാണോ എന്റെ പെങ്ങളുടെ ജീവൻ? രാജന്റെ കൊലയാളി എന്റെ കയ്യിൽ കിട്ടിയാൽ രജനിയുടെ കേസിന് വേണ്ടി ഞാൻ അലയേണ്ടി വരില്ല. ഇൻസ്പെക്ടർ, ഓലപ്പാമ്പിനെ കാണിച്ച് എന്നെ ഭയപ്പെടുത്തരുത്. നിങ്ങൾക്കോ നിങ്ങളുടെ നിയമത്തിനോ എന്നെ സ്പർശിക്കാൻ കഴിയില്ല. മിസ്റ്റർ വിനോദ്, മൂർഖൻ പാമ്പിന്റെ പണം കുഴിച്ച പാരമ്പര്യമാണ് എനിക്കുള്ളത്. ഓർമ്മയിരിക്കട്ടെ. ഹലോ, ചേട്ടനാണോ? ഞാൻ വിലാസിനിയാണ്. ചേട്ടൻ എന്നെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോയില്ലെങ്കിൽ നാം തമ്മിൽ ഒരിക്കലും കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും. എന്തുണ്ടായെന്ന് പറയൂ. എല്ലാം നേരിൽ പറയാം. ചേട്ടൻ 12 മണി കഴിഞ്ഞ് വന്നാൽ മതി. അപ്പൊ അച്ഛൻ ഉറങ്ങിക്കഴിഞ്ഞിരിക്കും. ശരി, ഞാൻ കാറുമായിട്ട് വരാം. അതൊരു ധൈര്യമായിട്ടിരിക്കും. വിലാസിനി ശരിക്കും എന്റെ വലയിലകപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴാണ്. രാജൻ എന്റെ സഹോദരിയോട് ചെയ്തതിന്റെ പ്രതികാരം ഞാൻ ഇന്ന് തീർക്കും. വിലാസിൽ കുഞ്ഞ്, കുഞ്ഞ് പറയുന്നത് കേൾക്കൂ. കുഞ്ഞ്, അയ്യോ കുഞ്ഞ് പോവരുതേ. കുഞ്ഞ്, അയ്യോ കുഞ്ഞ്, കുഞ്ഞ് പോവരുത്. മാറി നിൽക്കടാ. ഞാൻ മാറില്ല. കുഞ്ഞ് പോയെന്നറിഞ്ഞാൽ അങ്ങ് തന്നെ വെടിവെച്ച് കൊല്ലു. ഇവിടെ എന്ത് നടന്നാലും എനിക്കൊന്നുമില്ല. കുഞ്ഞ് അങ്ങനെ പറയരുത്. ഇനിയും ഞാൻ ഈ വീട്ടിൽ കഴിയണോ അല്ലേ? വേണം, വേണം കുഞ്ഞ്. കുഞ്ഞ് പോയാൽ ഈ കുടുംബത്തിന്റെ മാനം പോകും. എടാ, സ്നേഹിച്ച പെണ്ണിനെ മറ്റൊരുത്തിന്റെ കിടപ്പറയിലാക്കി കൊടുത്ത നീയാണോടാ മാനത്തെ പറ്റി പറയുന്നത്?